ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തില് വന്ദനം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം? യോഹന്നാൻ ഒറ്റപ്പെട്ടവനായി, ഏകാന്തനായി, അല്ലെ, പത്മോസ് എന്ന ദ്വീപിൽ അവൻ അകപ്പെട്ടപ്പോൾ അവനെ ആരും സഹായിക്കാനില്ല, ആരുമില്ല. എല്ലാവരും അവനെ ഉപേക്ഷിച്ചു, എല്ലാവരും അവനെ പുറന്തള്ളി. കാരണം യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട് അവൻ ഏൽക്കേണ്ടി വന്ന ഒരു വലിയ നാടുകടത്തൽ അവനെ വളരെയധികം വേട്ടയാടിക്കൊണ്ട് നിൽക്കുന്ന ആ അസ്ഥിത്താഴ്വരയിൽ നിന്നുകൊണ്ട്, അല്ലേ, അവൻ വേദനയോടെ നിൽക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി വെളിപ്പെട്ട് ഈ പറയുന്നതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുവാൻ അവനോട് പറയുന്ന കാഴ്ചയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതല്ലേ. അപ്പൊ നമ്മളൊക്കെയും ഒറ്റപ്പെടലുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം ജീവിതത്തിൽ, അല്ലെ. ഒറ്റപ്പെടൽ അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ അത്രയേറെ ഭാഗ്യവാന്മാരെന്ന് എനിക്ക് അത്രേ അതിനെക്കുറിച്ച് പറയുവാനുള്ളൂ. ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഞാനും ഒറ്റപ്പെടലുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ ഈ ഒറ്റപ്പെടലുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ വേണ്ടിയായിരിക്കാം നമ്മൾ ഈ ഒറ്റപ്പെടൽ, അല്ലെ. യോഹന്നാന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ, കാരണം യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് സുവിശേഷം കേട്ടിരുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അവനെ പലപ്പോഴും പറയാറുണ്ടല്ലേ. എപ്പോഴും കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എപ്പോഴും യോഹന്നാൻ മുൻപന്തിയിലായിരുന്നു. കർത്താവിനെ അല്ലെങ്കിൽ അരുമനാഥനെ ക്രൂശിക്കുമ്പോൾ ആ ക്രൂശോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് തന്നെയും അവനെ രക്തസാക്ഷിയാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നും പല ആൾക്കാരും അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് ഒറ്റയ്ക്ക് മീൻ പിടിച്ചു. ഒരൊറ്റ മീൻ പോലും തന്റെ വലയിൽ കയറാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതും സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്നതും, അല്ലെ, അപ്പോസ്തലനായവനെ നിലനിർത്തുന്നതും ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ നല്ലതാണ്. കർത്താവിനോട് അടുക്കുവാനുള്ള ഒരു സാഹചര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ. നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, സുയേതര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ആരുടെ? യോഹന്നാന്റെ പുറകിൽ കേട്ടതായി യോഹന്നാൻ എഴുതുകയാണ്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും, അല്ലെ, 7 പൊൻവിളക്കുകളെയും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 നിലവിളക്കുകൾ എന്ന് അവിടെ പറയുന്നു. അപ്പൊ 7 നിലവിളക്കുകൾ എന്ന് പറയുമ്പോൾ 7 സഭകളോടുള്ള ബന്ധത്തിൽ അനുയോജ്യമായ ഒരു പ്രതിരൂപമാണ് നമുക്ക് നൽകുന്നെന്നുള്ളതാണ്. അത് വെളിപ്പാട് പുസ്തകം അതായത് 1:20 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:20 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ സുവിശേഷ കാലത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം
പുറപ്പാട് പുസ്തകം 25 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തങ്കം കൊണ്ടൊരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്തു നിന്നും, നിലവിളക്കിന്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും, ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരിക്കണം. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റു 2 ശാഖയ്ക്കും കീഴെ ഒരു മുട്ടും, മറ്റ് 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും വേണം. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടുപ്പ് പണിയായിരിക്കണം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിക്കുവാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതായിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും 1 താലന്ത് തങ്കം കൊണ്ടുണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ പഴയ നിയമത്തില് ഇതൊക്കെ നിർമ്മിക്കുവാനായിട്ട് കർത്താവ് മോശയോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് എല്ലാം എന്തായിരുന്നു? നിഴൽ മാത്രമായിരുന്നു, അല്ലെ? ഇപ്പോഴത് സത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഇതിലേക്ക് അത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ 7 സഭകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതായത് മെഴുകുതിരി കാലുകൾ എന്നതിനേക്കാൾ ഗ്രീക്ക് പദത്തിൽ കൂടുതൽ കൃത്യമായി പരിഭാഷ നിലവിളക്കുകൾ എന്ന് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ പൊൻവിളക്കുകളെ നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച. അപ്പൊ അവിടെ കർത്താവിനെ വർണ്ണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നീലയങ്കി പൊൻകച്ച, തന്റെ ജനത്തിന്റെ മഹാപുരോഹിതൻ എന്ന നിലയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 28:4 നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 28:4 വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, എഫോദ്, നീളക്കുപ്പായം, ചിത്രതയ്യലുള്ള നീലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെന്നേക്കും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം എന്ന് അവിടെ കാണുന്നു. അപ്പൊ എബ്രായർ 2:17 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായർ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പം, എബ്രായർ 2:17 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു എന്ന് അവിടെ കാണുന്നു. എബ്രായർ 4:14 കാണുന്നു, 14-ാമത്തെ വാക്യത്തിൽ, 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, അല്ലെ? ദൈവം മനുഷ്യനായി നിന്ന് വീണ്ടെടുത്തതിനെയാണ്
പുത്രത്വം അവിടെ കാണിക്കുന്നത്, അല്ലെ? ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നു. എബ്രായർ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നു, നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായ വിശുദ്ധ സ്ഥലത്തിന്റെ മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യത്വം എന്താണ് അത് കാണിക്കുന്നത്? മഹാപൗരോഹിത്യത്തെ, അല്ലെ? ആ പൗരോഹിത്യം, മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്, ദൈവത്തിന്റെ മനുഷ്യത്വം, അല്ലെ? അപ്പോ എബ്രായരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 21-ാം അധ്യായം 10-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ മഹാപുരോഹിതന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലുവാൻ എന്താണ് പൂർണ്ണ, അല്ലെ, പരമാർത്ഥ ഹൃദയത്തോടെ അവന്റെ മുമ്പിലേക്ക് ചെല്ലുവാനായിട്ട് അവിടെ എബ്രായ ലേഖനക്കാരൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നീലയങ്കി ധരിച്ച മാറത്തെന്ന് പറയുമ്പോൾ എന്താണ് അവന്റെ പുരോഹിതത്തെ അല്ലെങ്കിൽ പൗരോഹിത്യത്തെ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവിനെ കാണിക്കുന്നു എന്നുള്ളതാണ്. പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യൻ, അല്ലെ? ഇന്നെല്ലാവരും വിശ്വസിക്കുന്ന മനുഷ്യപുത്രൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സദൃശ്യം, ദൈവം എന്താണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്, നമുക്ക് മനുഷ്യനായിട്ട് വെളിപ്പെട്ടു എന്നാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പോൾ അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെ? വേഷത്തിൽ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സാദൃശ്യമുള്ളവൻ, അതായത് മനുഷ്യപുത്രനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് അവൻ അവിടെ വെളിപ്പെട്ടത്. ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു എന്നുള്ളതാണ്, ആ വെളിപ്പാടിനെ അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അവന്റെ തല എങ്ങനെയുള്ളതായിരുന്നു? അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവന്റെ തല എങ്ങനെയുള്ളതായിരുന്നു? അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. അതായത് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്ന് അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാരെ കുറിച്ചാണ് പറയുന്നത്? സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലാതെ രണ്ടാമത്തെ ദൈവത്തെ കുറിച്ചല്ല. തൃത്വക്കാർ ഇന്നും വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യം എന്താണ്? ഈ സദൃശ്യം, ദൈവം സാദൃശ്യം അല്ലെങ്കിൽ വേഷത്തിൽ മനുഷ്യനായതിനെ രണ്ടാമത്തെ ദൈവമായിട്ടാണ് തൃത്വക്കാര് കൂട്ടിവെച്ചിരിക്കുന്നത്, അല്ലെ? അവരങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. കാരണം രണ്ടാമത്തെ ഒരു മനുഷ്യനാണ് എന്നാണ് തൃത്വക്കാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ദൈവം വന്നു എന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം വളരെ തെറ്റായ ചിന്താഗതിയാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലെ? ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, അല്ലെ? ഇനി കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് എങ്ങനെയായിരുന്നു? അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനായിട്ടാണ് പറയുന്നത്. അപ്പോ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം 2 അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവമുണ്ട്, അല്ലെ? പിതാവ് ദൈവം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനാണ്, പുത്രനും അതുപോലെ തന്നെയാണ്. അങ്ങനെ 2 ദൈവങ്ങളുള്ളവരാണ് തൃത്വക്കാരെന്ന് പറയുന്നത്, അല്ലേ? അപ്പോ
നമ്മൾ വെളിപ്പാട് പുസ്തകം 2:18 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 2:18 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തുയദ്രയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ള ദൈവപുത്രൻ എന്ന് അവിടെ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം തൃത്തക്കാരുടെ എല്ലാം ചിന്താഗതി എന്താണ്? രണ്ടാമത്തവനാണ് ഈ പറയുന്നത്. ദൈവത്തിന്റെ പുത്രത്വം എന്ന് പറയുന്നത് എന്താണ്? വീണ്ടെടുപ്പിനെ കാണിക്കുന്നു എന്നുള്ളതാണ് പുത്രത്വം എന്ന് പറയുന്നത്. അപ്പോ പിതാവ് എന്ന് പറയുന്നത് എന്താണ്? സകല ജഡങ്ങളുടെയും ഉടയവൻ എന്ന അർത്ഥത്തിലാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. പുത്രൻ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? അവൻ വീണ്ടെടുത്തു, അവൻ നമ്മെ വീണ്ടെടുത്തു എന്ന അർത്ഥത്തിലാണ് ദൈവപുത്രൻ എന്നുള്ള പദവി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ രണ്ടും ഒന്നാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? വെളിപ്പാട് പുസ്തകം 19:12 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവന്റെ കണ്ണഗ്നിജ്വാല, തലയിൽ അനേകം രാജ്യമൊഴികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അപ്പോ കർത്താവിന്റെ കണ്ണുകളിൽ നിന്ന് അവനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും അറിയുവാനും കഴിയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അവിടെ കാണുന്നു, അല്ലെ? അപ്പൊ എന്താണ്? അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തു, അതെ, സ്വഭാവ വിശുദ്ധിയും മനുഷ്യരുടെ സകല രഹസ്യങ്ങളും വിവരിച്ചറിയുവാനുള്ള കഴിവിനെയും ഇത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് കാലുലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ്. കാലെങ്ങനെയാണ്? വെള്ളോട്ടിന് സദൃശ്യമാണ്, അല്ലെ? ദാനിയേലിന്റെ പുസ്തകം 10:6 നമ്മൾ ദൈവത്തെ കുറിച്ച് കാണുന്നത് എങ്ങനെയാണ്? ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 10-ാം അധ്യായം 6-ാമത്തെ വാക്യം: അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ആളുടെ ശബ്ദമാണെന്ന് അവര് പറഞ്ഞു നടക്കുന്നത്, അല്ലെ? സഭകളുടെ മധ്യേ ഉലാവുന്ന അവന്റെ കാലുകൾ എന്താണ്? എരിയുന്ന തീനാളങ്ങൾ പോലെ കത്തുന്നതും പരിശുദ്ധിയുള്ളതുമാണെന്ന് ഇത് കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? അവന്റെ ശബ്ദം എങ്ങനെയായിരുന്നു? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളുണ്ട്. 7 നക്ഷത്രങ്ങൾ. 7 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ 20 നമ്മൾ വായിക്കുന്നു. അവന്റെ, അതായത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം: എന്റെ വലങ്കയിൽ കണ്ട നക്ഷത്രത്തിന്റെ മർമ്മവും, അല്ലെ? അവിടെ പറയുന്ന 7 നക്ഷത്രം, അതിനൊരു മർമ്മമുണ്ടെന്ന് പറയുന്നത്. അതായത് ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സത്യമാണ് ഇതെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 7 നക്ഷത്രം, അല്ലേ? 7 നക്ഷത്രം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 7 നക്ഷത്രം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? 7 സഭകളുടെ ദൂതന്മാർ. അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 1:2 നമ്മൾ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം: ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും, അല്ലേ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7:24 നമ്മൾ കാണുന്നു. 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ്? യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്: നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? കാറ്റിനാൽ ഉയരുന്ന ഓടയോ? അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച് മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗങ്ങളായി നടക്കുന്ന രാജധാനികളിൽ അത്രയെന്ന് പറയുന്നു. ഇത് ആരെ കുറിച്ചാണ്? യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. അപ്പൊ ദൈവത്തെ കുറിച്ച്
ദൈവത്തിന് പാതി ഒരുക്കാൻ വരുന്നവർ അല്ലെങ്കിൽ ദൂതറിയിക്കുന്നവരെ എല്ലാമാണ് നക്ഷത്രങ്ങൾ എന്ന് സാമ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 9:52 നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യത്തിൽ 52-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? അപ്പോൾ ദൈവം അയച്ചിട്ട് വന്നിട്ടുള്ളവരെയെല്ലാം നക്ഷത്രങ്ങൾ എന്ന് ഇവിടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതറിയിക്കുന്നവരെയെല്ലാം എന്താണ്? നക്ഷത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. സന്ദേശം അറിയിക്കുന്നവരെയെല്ലാം എന്താണ്? 7 നക്ഷത്രം, 7 സഭയുടെ ദൂതന്മാരാകുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, 1-ാമത്തെ വാക്യത്തിൽ എഴുതുക, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അല്ലെ? അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയ സ്മുർണയിലെ സഭയിലെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നതെന്ന് അവിടെ കാണുന്നു. അല്ലെ? 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 2:12 വരുമ്പോൾ പെർഗമോസിലെ സഭയിലെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ തലയുള്ളവൻ അരുളി ചെയ്യുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 3:1 സർദീസിലെ സഭയിലെ ദൂതന് എഴുതുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലെഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3:1. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലദൽഫിയയിലെ സഭയിലെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലും ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 14-ാമത്തെ വാക്യത്തിൽ ലവോദോക്കിയയിലെ സഭയിലെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്ന് അവിടെയും കാണുന്നു. അപ്പൊ ഈ അർത്ഥമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് സഭയുടെ പ്രതിനിധികൾ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ കാണിക്കുന്ന, അല്ലെങ്കിൽ സഭകളോട് കർത്താവിന് സംസാരിക്കാൻ മുഖാന്തരമായി തീരുന്ന സന്ദേശവാഹകരെ കുറിച്ചാണ് നക്ഷത്രങ്ങൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അല്ലേ? അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? അപ്പൊ 7 നക്ഷത്രം അവന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വിരുവായ തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇനി വാളിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ തലയുള്ള വാൾ പുറപ്പെടുന്നു. അല്ലെ? വെളിപ്പാട് പുസ്തകം 2:12 നമ്മൾ വായിക്കുന്നു, വാളിനെ കുറിച്ച്, പെർഗമോസ് സഭയിലെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നു. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെളിപ്പാട് പുസ്തകം 2:16 പറയുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അത് കാണാൻ കഴിയുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 19:15 നമ്മൾ വരുമ്പോ 19:15 നമ്മൾ കാണുന്നു, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്, ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാള് കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്ക് തൃപ്തി വന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എബ്രായർ
4:12 അതായത് ഇത് എന്താണ് നമ്മൾ കാണുന്നത്? ദൈവവചനത്തിന്റെ ഒരു പ്രതീകമാണ് ഈ വാളെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവന്റെ വചനം അയക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ വാൾ അയക്കുമെന്ന് പറയുമ്പോൾ വചനത്തെ ഒരു ആയുധമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എബ്രായരുടെ പുസ്തകം 4:12 നമ്മൾ വായിക്കുന്നു. എബ്രായർ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെയും ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കിടന്നാക്രമിക്കുന്ന യുദ്ധം എന്താണ്? ദുഷ്ടനോടുള്ള പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു സംസാരിക്കേണ്ടതിന് ആവശ്യം മാത്രമാണ്. വിധി ഇതിനോടകം നടപ്പാക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ, അല്ലെ? അപ്പൊ മൂർച്ചയേറിയ വാളുണ്ടെന്ന് പറയുന്ന വായിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? അപ്പൊ നമ്മളെ വായിച്ചതിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ തന്നെ അവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? ദൈവവചനങ്ങളെല്ലാം തന്നെ എന്താണ്? മർമ്മങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവൻ എത്രയോ ഭാഗ്യവാൻ, അല്ലെ? അവന് സ്വർഗത്തിലേക്കുള്ള പാത കർത്താവായ യേശു ക്രിസ്തു അവന് തുറന്നു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുതേ എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ എന്താണ്? വാല് പുറപ്പെടുന്നു എന്ന് അവിടെ പറയുന്നു. വാള് പുറപ്പെടുന്നു, അല്ലെ? മൂർച്ചയേറിയ ഇരുവായത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം എങ്ങനെയായിരുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു, അല്ലേ? അതെങ്ങനെയാണല്ലേ? അപ്പം മോശയൊക്കെ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ കാണുവാൻ കഴിഞ്ഞില്ല. കണ്ടു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും, അല്ലെ? മരിച്ചു പോകും എന്നാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്, അല്ലെ? ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? മറ നീങ്ങി എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ നമ്മൾ അതിന് വായിക്കുമ്പോൾ സൂര്യൻ, അതായത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം: അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ പ്രതാപത്തെയും മഹത്വത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ദൈവ തേജസ്സിന്റെ പ്രഭ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് എബ്രായർ 1:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെ? എബ്രായരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെ അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്തിരിക്കുകയും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവിടെ രണ്ടുപേരുണ്ടെന്ന് തൃത്വക്കാരങ്ങ് വിചാരിക്കുകയാണ്. തൃത്വക്കാരും അതുപോലെ തന്നെ യാഹൂവെ വിറ്റ്നസും ഒക്കെ വിചാരിക്കുന്നത് എങ്ങനെയാണ്? 2 പേരുണ്ട് എന്നുള്ളതാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? ഇപ്പൊ എന്താണ് ഹൃദയങ്ങളിൽ പ്രകാശിക്കുക എന്നുള്ളതാണ്, അല്ലെ? അത് മറ നീക്കി, ദൈവത്തിന്റെ തേജസ് മറ നീക്കി ഒന്ന്
അല്ലെ ആ തേജസ്സിൽ അടുക്കാൻ പോലും ഒക്കത്തില്ലായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു, അതായത് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ ആ തേജസ്സിന് മുമ്പാകെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ മോശയ്ക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല, അല്ലെ? പുറഭാഗം മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ നമുക്ക് ആ തേജസ്സിന് മുമ്പിൽ നിൽക്കുവാൻ, അല്ലെ, മനുഷ്യനായി വെളിപ്പെട്ടപ്പോൾ നമ്മൾക്ക് അത് നിൽക്കുവാൻ സാധിച്ചു. യോഹന്നാൻ അതിന് സാധിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മുന്നോട്ട് വായിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടന്നു വരും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് എന്നുള്ളതാണ്, അല്ലെ? ശക്തിയോടെ പ്രകാശിക്കുന്നതായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോ വളരെ വലിയ തേജസ്സാണ്. ആ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാൽക്കൽ എന്ത് ചെയ്തു? യോഹന്നാൻ വീണു, അല്ലേ? കാരണം മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞില്ല. മോശയോട് പറഞ്ഞു മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ യോഹന്നാൻ എങ്ങനെയാണ് മരിച്ചവനെ പോലെയായി ആ തേജസ്സിന്റെ മുമ്പിൽ എന്താണ് മരിച്ചവനെ പോലെ ആയി പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. എസെക്കിയേൽ 1:28 നമ്മൾ വായിക്കുന്നു. ഈ എസെക്കിയേൽ 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്, അല്ലേ? മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അല്ലാതെ രണ്ടാമത്തെ ആളുടെ തേജസ്സിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നതെന്ന് വളരെ വ്യക്തമാണ് പ്രിയ സഹോദരങ്ങളെ, അല്ലേ? മരിച്ചവനെ പോലെ അവനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. എങ്കിലും എന്താണ് അടുത്ത വാക്യത്തിൽ കാണാം, അവന്റെ വലങ്കൈ എന്റെ മേൽ വച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു, അല്ലേ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞ? അവർ തല പൊക്കിയാൽ യേശുവിനെ മാത്രമല്ല അത് ആരെയും കണ്ടില്ല എന്ന് അവിടെ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 14:27 നമ്മൾ വായിക്കുന്നു ഇങ്ങനെയാണ്. 27-ാമത്തെ വാക്യത്തിൽ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു, അല്ലേ? അവിടെയും 3 പേരുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതിനുമായിരുന്നു, പേടിക്കണ്ട, ഞാനാകുന്നു എന്ന് പറയുവാൻ കർത്താവായ യേശു ക്രിസ്തു തയ്യാറായ സന്ദർഭങ്ങളിൽ ഒന്നാണ് അതല്ലേ, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്നാണ്. അതായത് ആദ്യനും അന്ത്യനും എന്താണ്? സത്യത്തിൽ ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യെശയ്യാവിന്റെ പുസ്തകം 44:6 നമ്മൾ കാണുന്നു, അല്ലെ? രണ്ടാമത്തെ വ്യക്തിത്വത്തിന്, അല്ലെ, യഹോവയായ ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടാമത്തെ വ്യക്തിത്വത്തിന് കൊണ്ട് മഹത്വം കൊണ്ട് കൊടുക്കുവോ? അത് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം ഒരാള് തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 44:6 ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം നമുക്കൊന്ന് വായിച്ച് ഇന്നത്തെ വചനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. 44-ാം അധ്യായം 6-ാം വാക്യം, അതായത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, നിന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. പുതിയ നിയമത്തിൽ വന്നപ്പോൾ രണ്ടാമത്തെ ഒരു ദൈവം കൂടി വന്നു, അല്ലെങ്കിൽ മൂന്നാമത് ഒരു ദൈവം കൂടി ഉണ്ട് എന്ന് പരിചയപ്പെടുത്ത തൃത്വക്കാർക്കുള്ള ഏറ്റവും വലിയ മറുപടി ഇവിടെ ദൈവവചനം കൊടുക്കുന്നു എന്നുള്ളത് വളരെ സത്യപരമായ ഒരു കാര്യം തന്നെയാണ്. യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 12 മുതൽ 13 വരെ, യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേൽ, എന്റെ വാക്ക് കേൾക്കുക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു, അല്ലേ? 13-ാമത്തെ വാക്യത്തിലെത്തിക്കണേ, എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, എന്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു, ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. അതായത് തൃത്തക്കാരുടെ ഭാഷയിൽ പറഞ്ഞ പിതാവും പുത്രനോടെ പരിശുദ്ധാത്മാവോടെ കൂടിയാണ് എന്ത് ചെയ്തത്? ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടെന്നും 3 പേർ കൂടി
കിട്ടും. അല്ലെ ദൈവങ്ങളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം, ദൈവങ്ങളൊക്കെ അടിസ്ഥാനപ്പെട്ടെന്നൊക്കെയാണ് അവരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങള്. പുതിയൊരു നമ്പർ ഇറങ്ങിയിട്ടുണ്ട്, യേശു ആണോ പിതാവ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുതിയ നമ്പറുകളുമായിട്ട് അവരിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം പഠിച്ച് മനസ്സിലാക്കി ദൈവം ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ എല്ലാവർക്കും ദൈവം ധാരാളമായി സമൃദ്ധിയായും അറിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമായെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ.